ആർത്തൊലിച്ചൊഴുകുന്ന ചിറ്റൂർ പുഴ. മൂലത്തറ റിസർവോയർ തുറന്നതുകൊണ്ട് ഒഴുകിയെത്തുന്ന വെള്ളം വേറെയും. ഈ പുഴയിലേക്കാണ് അവധി ആഘോഷിക്കാനെത്തിയ ചെറുപ്പക്കാർ ഇറങ്ങിയത്. ഒഴുക്കിൽപ്പെട്ട അരുൺകുമാർ കോസ്വേയുടെ ഓവിൽ അകപ്പെട്ടു. അരുൺകുമാറിന് പിന്നാലെ ശ്രീ ഗൗതമും ഓവിലകപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി ശ്രീ ഗൗതത്തെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് അരുൺകുമാറിനായുള്ള തിരച്ചിൽ. ഒഴുക്കിന്റെ ശക്തി കാരണം ആദ്യം ഉദ്യോഗസ്ഥർക്ക് ഓവിനുള്ളിൽ തിരയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് സ്ക്യൂബ സംഘം ഓവ് പരിശോധിച്ചെങ്കിലും അരുണിനെ കണ്ടില്ല. മറ്റൊരു സംഘം ഓവിന്റെ പുറത്തും അരുണിനായി തിരഞ്ഞു. ഒടുവിൽ പ്രദേശവാസി രാജന് ഓവിന്റെ ഒരു ഭാഗത്ത് അരുണിന്റെ മൃതദേഹം തങ്ങി നിൽക്കുന്നതായി മനസ്സിലായി. പിന്നീട് തിരച്ചിൽ ഓവ് കേന്ദ്രീകരിച്ചായി. അരുണിനായി മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. അരുണിനെ പുറത്തെത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. ശക്തമായ ഒഴുക്കില് കയറിട്ട് കെട്ടി അതിന്റെ കൂടെ തന്നെ നമ്മളെ മാൻ പവർ കൂടെ ഉപയോഗിച്ച് ഈസി എടുക്കുകയായിരുന്നു ചെയ്തത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി പ്രദേശത്തെത്തിയിരുന്നു. കോളേജിന്റെ തീർത്ഥത്തിൽ അവരെല്ലാവരും വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ കുട്ടികൾ 4 ആക്സിഡൻ്റായിപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനൊരു മുൻഗണന കൊടുക്കണം. ഇവിടെ 2 ബോർഡ് വെക്കാനും പറഞ്ഞിട്ടുണ്ട്, സൂചന ബോർഡുകൾ വെക്കാനും പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.